ഏവരെയും സ്വാഗതം ചാനൽ ആംന്യൂസിലേക്ക്. മറ്റൊരു എപ്പിസോഡ് കേരള ചരിത്രത്തിലെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പാദപ്പലകൾ. പുരാതന കേരളത്തിലെ ചില വിഭാഗങ്ങളിലെ മരിച്ചു കഴിഞ്ഞാൽ ആളുടെ പേരും ജനന മരണ വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന പലകയ്ക്ക് പണ്ട് കാലങ്ങളിൽ പറഞ്ഞിരുന്ന പേരാണ് പാദപ്പലകകളെന്ന്. അത് കേരളത്തിൽ അറിയപ്പെടുന്ന ചരിത്രമല്ല. വളരെ അപൂർവമായി ചില ഹൈന്ദവരിൽ ചില വിഭാഗങ്ങളിൽ മാത്രം നിലനിന്നതും ഇന്ന് പൊതുവിൽ അറിയപ്പെടാത്തതുമാണ്. ഈ ചരിത്രത്തിന് വലിയ പ്രാധാന്യങ്ങളൊന്നുമില്ലെങ്കിലും നാം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെ, ഇന്നലത്തെ സംഭവം ഇന്ന് ചരിത്രമാണ്, ഇന്നത്തേത് നാളെ ചരിത്രമായതുണ്ട്. കണ്ട ചരിത്രമുണ്ട്, കേട്ട ചരിത്രമുണ്ട്, വായിച്ച ചരിത്രം, പഠിച്ച ചരിത്രം, കേൾക്കാത്ത ചരിത്രം, ഇങ്ങനെ പല ചരിത്രങ്ങളിൽ ഒന്നാണ് ഇത്. ആണ്ട് ശ്രാദ്ധ ചടങ്ങുകൾ കൃത്യമായി ഓർത്ത് ചെയ്യാൻ വേണ്ടിയായിരുന്നു അക്കാലത്ത് അങ്ങനെ ഇരുന്നത്. എന്നാൽ ഇന്നും ചില വിഭാഗങ്ങളിൽ മാത്രം അത് നിലനിൽക്കുന്നുവെങ്കിലും ആധുനിക കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. കാരണം ജനറലായി ഗവൺമെൻറ് തന്നെ ജനന മരണങ്ങളും മറ്റ് റിപ്പോർട്ടുകളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുള്ളതിനാൽ ഇത് ആവശ്യമില്ലെങ്കിലും അതൊരു ആചാരമായി പണ്ടിരുന്നു ആചരിച്ചിരുന്നതെന്ന് മാത്രം. മരിച്ചവരുടെ മൂത്ത മകൻ അല്ലെങ്കിൽ പിണ്ടകർത്താവ് മരിച്ച വ്യക്തിയുടെ കാൽപാദങ്ങൾ ചേർത്ത് കെട്ടി കാൽപാദത്തിന്റെ വെള്ളയിൽ ചന്ദനം വരച്ച് പലകയിൽ അതിനെ കാലുകൊണ്ട് പതിപ്പിച്ചെടുത്ത് അത് ഉണക്കി പിൻകാലത്ത് അത് ഉപയോഗിച്ചതാണ് ചരിത്രം. എന്നാൽ അത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഭാഗധേയമല്ല എങ്കിലും നാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ വിഷയമാണ് ഭണ്ഡാരങ്ങൾ. ഭണ്ഡാരമടങ്ങുക എന്നെല്ലാം പലരും പറയാറുണ്ട്. പക്ഷെ ഈ പദത്തിന്റെ അർത്ഥവും ഉത്ഭവവും ഒന്നും ആർക്കും അറിയില്ല, അന്വേഷിക്കാറുമില്ല. അനവധി വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് പല രാജ്യങ്ങളിലും എന്ന പോലെ കേരളത്തിലും വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് എന്ന പകർച്ചവ്യാധി പാൻഡമിക് ആയിരുന്നു. ഒരു വശത്ത് ഒരു എപ്പിഡമിക്കും പാൻഡമിക്കും ഉണ്ട്. എപ്പിഡമിക് എന്ന് പറയുമ്പോൾ പനി ഒരു എപ്പിഡമിക്, ഒരു നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം വ്യാപരിക്കുന്ന ചെറിയ രോഗമാണെങ്കിൽ പാൻ എന്ന ഗ്രീക്കിന് ഓൾ വേൾഡ് എന്നാണ്. പാൻഡമിക്, പാൻ ഓൾ വേൾഡ്, ഡെമീസ് ജനം, മുഴു ലോകത്തിലുള്ള ജനങ്ങളെ ഒരുപോലെ ബാധിക്കുന്നതായിരുന്നു. ഈ കൊറോണ പാൻഡമിക് ആയിരുന്നതുപോലെ സ്മോൾ പോക്സ് ചില രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ അത് ബാധിക്കുകയും ആയിരക്കണക്കിന് ജനങ്ങളെ അത് മരിക്കുകയും ചെയ്തു. അപ്പം മരുന്നിൻ്റെയും വൈദ്യന്മാരുടെയും അപര്യാപ്ത ചികിത്സ കിട്ടാതെ ഈ കേരളത്തിൽ അനേകായിരങ്ങൾ മരിച്ചു. പെട്ടെന്ന് പകരുന്ന ഈ അസുഖമായിരുന്നതിനാൽ ഈ രോഗം വന്നവരെയെല്ലാം ഒന്നിച്ചൊരു പ്രത്യേക പുരയിൽ കൂട്ടിപ്പാർപ്പിച്ചിരുന്നു. മധുരിതാംഗാർ ഭവനം, വീട് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും പുര എന്നാണ് മലബാർ മേഖലയിൽ പറഞ്ഞത്. അപ്പൊ പുര ഒരു വീട്, അതിന് പറഞ്ഞിരുന്ന പേരാണ് പണ്ടാരപ്പുര. ഇത് വെച്ചാൽ പുരയുടെ പേരല്ല. ഈ രോഗം ബാധിച്ച അർത്ഥപ്രാണരും മരിച്ചവരുമായ മരണാവസ്ഥയിലും മൃതാവസ്ഥയിലായിരുന്ന എല്ലാവരെയും കൂടെ കൂട്ടിയിട്ടിട്ട് ആ വീടിന് ഒന്നിച്ച് തീയിടുന്നത് കൊണ്ടാണ് പണ്ടാരപ്പുര എന്ന് പറഞ്ഞിരുന്നത്. ഓർക്കുക, ഈ പണ്ടാരപ്പുരയിൽ ഒരാൾ എത്തിയാൽ, ഒരു രോഗി എത്തിയാൽ ഒരിക്കലും ജീവനോടെ മടങ്ങി വരികയില്ല എന്ന അർത്ഥത്തിലാണ് പണ്ടാരപ്പുരയിൽ പോയവരാരും ജീവനോടെ മരിക്കാത്തത് കൊണ്ട് അങ്ങനെയാണ് ഈ പദം വന്നത്, അതിൽ നിന്നുമാണ്. എന്നാൽ ഈ പദം ആവിർഭവിച്ചത് ഇങ്ങനെയാണെങ്കിലും ഇന്നത്തെ വർത്തമാന കാലത്ത് ചില സ്ത്രീകൾ ഇങ്ങനെ ഭർത്താക്കന്മാരെ പണ്ടാലക്കാരൻ എന്ന് പറയുന്നത്, ആ പണ്ടാലക്കാരൻ എവിടെ, ആ കാലമാടൻ എവിടെ എന്നൊക്കെ പറയുന്നത് സംസ്കാര ശൂന്യമല്ലേ? മുൻപ് നടന്നത് മരണത്തിലായിരുന്നെങ്കിൽ പോയ വഴി ഇയാൾ തൊലഞ്ഞ് നശിച്ചു പോകട്ടെ എന്ന അർത്ഥത്തിൽ ശാപവാക്യമാണ് ഇന്ന് ഉപയോഗിക്കുന്ന പണ്ടാരക്കാരൻ. ഈ ഹൈന്ദവർ വിശ്വാസം അനുസരിച്ച് കാലൻ പോത്തേലാ വരുന്നത്. ചിത്രം അങ്ങനെയാണ്, ബൈക്ക് ഓടിച്ചു വരുന്ന പോലെ പോത്ത് വരുന്ന അത് കാലനാണ്, കാലമാടൻ എന്ന് വെച്ചാൽ മരണദൂതൻ എന്ന അർത്ഥത്തിൽ, നശിക്കട്ടെ എന്ന അർത്ഥത്തിൽ ശാപകരമായി പറയുന്ന പദം വിദ്യാഭ്യാസമുള്ള കേരളീയരുടെ അത് ശരിയാണോ എന്ന് ചിന്തിക്കാനാണ് ഞാൻ ഈ വിഷയം എടുത്തിട്ടത്. സംസ്കാരം ഉണ്ടെങ്കിൽ അത് സംസ്കാര ശൂന്യരാകരുത്. നാം വിദ്യാഭ്യാസം കൊണ്ടും നേടിയെടുക്കേണ്ടത് സംസ്കാരമാണ്. സംസ്കാരത്തിൻ്റെ ഔന്നത്യമാണ് ഒരു വ്യക്തിയെ ആക്കുന്നതെന്ന് മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഈ പദങ്ങൾ എല്ലാവരും ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല എങ്കിലും അപൂർവം ചിലരൊക്കെ ഉപയോഗിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ആ പദങ്ങൾ നമ്മുടെ സംസാര ഭാഷയിൽ നിന്ന് മാറ്റാം. മൂന്നാമത്തെ പദമാണ് ക്നാപ്പും കൂപ്പും. ക്നാപ്പിനെ കുറിച്ച് ഞാനൊരു റീൽ ഇട്ടിരുന്നു. അത് അനേക
അത് ശ്രോതാക്കൾ അതിനെ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കോപ്പ് എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലാണ്. മാർത്താണ്ഡവർമ്മ രാജാവ് കുഞ്ചൻ നമ്പ്യാർക്ക് വീരശൃംഖല പട്ടം നൽകിയപ്പോൾ കൂടെ കൊടുത്തുന്ന ഒരു പദം 2.25 കോപ്പ് എന്നായിരുന്നു. എന്നുവെച്ചാൽ അതിനർത്ഥം അരിയും അതിനോടനുബന്ധമായ സാമഗ്രികളെന്ന അർത്ഥത്തിലാണ് കോപ്പ് എന്നുള്ള അർത്ഥം മലയാളത്തിൽ വന്നെങ്കിലും പഴയ ചരിത്രങ്ങളിൽ, മറ്റ് ലോകരാജ്യങ്ങളിലെ ചരിത്രങ്ങളിൽ പരിശോധിച്ചാൽ കോപ്പ് എന്ന് പറയുന്നത് സാഡ്ലിംഗ് ക്ലോത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ സാഡ്ലിംഗ് ക്ലോത്ത് ഈ കുതിരയുടെ, കഴുതയുടെ, ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്ന ആൾക്ക് സുഖമായി ഇരിക്കുവാൻ ഉപയോഗിക്കുന്ന ലെതറിൻ്റെ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സോഫ്റ്റായ ഒരു പീസിനാണ് സാഡ്ലിംഗ് ക്ലോത്ത് എന്ന് ഉപയോഗിക്കുന്നത്. അതാണ് അർത്ഥം ഇംഗ്ലീഷിൽ കൊടുത്തിട്ടെങ്കിലും കോപ്പിട്ട്, അങ്ങനെ അവൻ പെട്ടെന്ന് കുതിരയ്ക്ക് കോപ്പിട്ട് വേഗത്തിൽ ഓടിച്ചു പോയി എന്ന് ബൈബിളിൽ പലയിടങ്ങളിൽ പറയുന്നുണ്ട്. അത് യാത്രയെ കാണിക്കണം. അപ്പോൾ കോപ്പ് എന്ന പദം മലയാളത്തിൽ ഉണ്ടാകുന്നത് ഈ പഴയ ചരിത്രത്തിൽ മാർത്താണ്ഡവർമ്മ രാജാവുമായി ബന്ധപ്പെട്ട രാജചരിത്രങ്ങളിൽ ഉണ്ടായിരുന്നു. അത് മധ്യതിരാങ്കിൽ ഉപയോഗിച്ച പദമാണ്. മറ്റ് രാജ്യങ്ങൾ, മറ്റ് സാമുദ്രിയുടെയിലോ കൊച്ചി രാജാവിൻ്റെ അതിൽ ഉപയോഗിച്ചായിട്ട് കണ്ടിട്ടില്ല. ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നത് ഇതാണ്. അപ്പൊ കോപ്പ് എന്ത് കോപ്പാണ് ഈ പറയുന്നതെന്ന് വെച്ചാൽ അതിനൊന്നും ആശയമോ അർത്ഥമോ പറയുന്നവർക്കും അറിയില്ല, കേൾക്കുന്നവർക്ക് അറിയാത്ത ഒരു അസ്വാരസ്യം. പലതും അർത്ഥശുദ്ധിയില്ല. ഭാഷാശുദ്ധി പൊതുവെ നമുക്ക് മലയാളികൾക്ക് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ 3 എപ്പിസോഡ് ഇട്ട്, എറ്റിമോളജിയും ഫോണറ്റിക്സിൻ്റെ 3 എപ്പിസോഡ്. ഇനിയും തുടർന്നും അനവധി വിഷയങ്ങൾ എടുക്കേണ്ടതുണ്ട്. അത് തുടർമാനമായി സമയലഭ്യത പോലെ അത് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഷയിൽ തെറ്റായി ഉപയോഗിക്കുന്ന പദമുണ്ട്, ആശയമറിയാതെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മൂന്നാമത്തതാണ് കോപ്പ്. അപ്പോൾ 1 പാദപ്പലകൾ, 2 പണ്ടാരങ്ങൾ, പണ്ടാരവിടക്ക്, പണ്ടാരടങ്ങിപ്പോ ഒരു ശാപവാക്യങ്ങൾ. മൂന്നാമത്തതാണ് കോപ്പ്. ഇനിയും ഇതുപോലെ ഉണ്ട്. 4-മത്തെ കാര്യമാണ്, 4-മത്തെ പദപ്രയോഗമാണ് വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ട്. ഇത് നമ്മൾ പലരും പറയാറുണ്ട്, ഞാനും വന്നിട്ടുണ്ട്. അർത്ഥമറിയാതെ പറഞ്ഞു. ഞാനും എൻ്റെ ജീവിതത്തിൽ അർത്ഥമറിയാതെ പലതും പറഞ്ഞത് തെറ്റായി പോയത് കൊണ്ടാണ് ചരിത്രത്തിലൂടെ അത് തപ്പി നടന്ന് അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ആധുനിക കാലത്ത് ജോലിയുടെ പ്രശ്നങ്ങളും മറ്റ് ടെൻഷനും സ്ട്രെസ്സും ഒക്കെയായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജോലിക്കാർക്കും ആർക്കും ഒന്നും സമയമില്ലായിരിക്കുമ്പോൾ എനിക്ക് ലഭ്യമായ, നിങ്ങൾക്കുള്ള പോലെ എനിക്ക് 24 മണിക്കൂറേ ഉള്ളൂ എങ്കിലും രാത്രി എന്ന് പകലിന് വ്യത്യാസമില്ലാതെ പുസ്തകങ്ങൾ വായിച്ചും പഴയ നോട്ടുകളൊക്കെ തയ്യാറാക്കിയിട്ടാണ് എപ്പിസോഡ് എടുക്കുന്നത്. അത് നിങ്ങൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പം കോത എന്ന കോട്ടയത്തു നിന്ന് എറണാകുളം പോകുന്ന വഴി കോതനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിനെന്താ ചരിത്രമെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. കോത എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഉദ്ദേശിച്ചല്ല, സ്ത്രീയാണ്. കോതൻ എന്ന പദമില്ല. കോത എന്ന് പറഞ്ഞ സ്ത്രീയാണ്. ഇതും ചരിത്രപരമായി പാശ്ചാത്യരുടെ ആഗമനത്തിന് ശേഷമാണ് ഇങ്ങനൊരു പദം മലയാളത്തിൽ ആവിർഭവിച്ചത്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ചും പോർച്ചുഗീസ്, ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലൻഡുകാർ കച്ചവടത്തിനായി വന്നു. പിന്നീടാണ് ഫ്രഞ്ചുകാരും അവസാനം ബ്രിട്ടീഷുകാരും വന്നപ്പോൾ ഇവരുടെ ഭാഷ മലയാളികൾക്കോ മലയാളികളുടെ ഭാഷ അവർക്കോ തിരിച്ചറിയാതെ വന്നപ്പോൾ ബോഡി ലാംഗ്വേജ്, ആംഗ്യചേഷ്ടകളിൽ കൂടെ ശരീരത്തിൻ്റെ ഭാഷയായി അവരോട് ഈ മലയാളികളായ സ്ത്രീകൾ അത്യാവശ്യം സൗന്ദര്യമുള്ള അന്നത്തെ വസ്ത്രധാരണ ഒറ്റമുണ്ടും പിന്നെ റൗക്കയെല്ലാം ഈ മുലക്കച്ചയായിരുന്നു. അതും ശ്രേഷ്ഠരായ പ്രഭുപത്നികളോ മറ്റുള്ളവരെയുള്ളൂ. സാധാരണക്കാർ മറിക്കാൻ മേലായിരുന്നു നൂറ്റാണ്ടുകളോളം. അതിനൊക്കെ മാറ്റം വരുത്തിയത് പാശ്ചാത്യൻ്റെ ആഗമനത്തിന് ശേഷമാണെന്ന് മറക്കരുത്. അതിൻ്റെ പേരിൽ കലാപങ്ങൾ വരെ, ചെന്നാർ കലാപം വരെ കേരള ചരിത്രത്തിലുണ്ട്. അതും ജനങ്ങൾ ഓർക്കുക, അത് ഓർപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. അപ്പോൾ ഈ മുലക്കച്ച ധരിച്ച് ഒറ്റമുണ്ടെടുത്ത് അവർ അത്യാവശ്യം ഇവിടുത്തെ നാടൻ ചില വിഭാഗപ്പെട്ട സ്ത്രീകൾ ഒക്കെ അത്യാവശ്യം ഡാൻസും ഒക്കെ ചെയ്യുന്നവർക്ക് നൃത്തം അറിയാവുന്നതുകൊണ്ട് അത്യാവശ്യം നൃത്തവും പാട്ടുമായി ഇവരുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ പാശ്ചാത്യരിലേക്ക് കച്ചവടത്തിന് വന്നവരെ കഴിയുന്നിടത്തോളം വശീകരിക്കുക, ഫാസിനേറ്റ് ചെയ്ത് ആകർഷിച്ചിട്ട് കഴിയുന്നിടത്തോളം ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയുക്തമാക്കിയവരെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കോത.
അവർക്ക് വായിക്ക് വരുന്നത് അവർക്ക് സംസ്കൃതമോ മലയാളമോ ഏതാണ്ടൊക്കെ അന്നത്തെ തമിഴോ ഒക്കെ ചേർത്ത് ഒരു പാട്ടും മേളമായി ബ്രസീലിലെ ബെല്ലി ഡാൻസ് പോലെ കാണുമ്പോൾ വളരെ സുതാര്യമായി തോന്നുമെങ്കിലും ദീർഘവർഷങ്ങളുടെ പ്രാക്ടീസാണ്. വയറും നിതംബവും മാത്രം ചലിപ്പിച്ച് തുള്ളുന്ന അത് ഇന്നും ഉണ്ട്, നെറ്റ് നോക്കി നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ബെല്ലി ഡാൻസ് സമാനമായി ഇവിടെ കേരളത്തിൽ 15-16 നൂറ്റാണ്ടുകളിൽ സംഭവിച്ച ഒരു ചരിത്രമാണ് ഇത്. അതാണ് വായിക്ക് വരുന്ന കോതയ്ക്ക് പാട്ട്. ദയവായി ഞാൻ വിനയത്തോടുകൂടെ പറയട്ടെ, പുരുഷനെ നോക്കി ഇങ്ങനെ പറയരുത്. കാരണം പുരുഷനായാലും സ്ത്രീയായാലും വിവരക്കേട് പറയുമ്പോഴാണ് ഇതെന്നെ ഈ കോറയെപ്പോലെ എന്തോന്നൊക്കെ വായി തോന്നൊക്കെ വിളിച്ചു പറയാം. വായി തോന്നുന്ന വിളിച്ച് പറയുന്നതല്ല, അതും തെറ്റായ പറവ. വായിലല്ല, വായിൽ നാക്ക് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അവയവാണെങ്കിലും മനസ്സിൽ തോന്നുന്നതാണ് നെഗറ്റീവായും പോസിറ്റീവായും മനുഷ്യൻ പറയുന്നത്. അപ്പൊ വായിക്ക് വരുന്നത് എങ്ങനെ കോറയ്ക്ക് പാട്ടാകുന്നത്? വായിൽ വരികയില്ല, ആശയങ്ങൾ മനസ്സിലാവുന്നത് വരുന്നത്. അപ്പോൾ വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ട് മറ്റൊരു അർത്ഥത്തിലായിരുന്നു അന്ന് മലയാളി ഉപയോഗിച്ചത്. അതുകൊണ്ട് ഒരു പുരുഷനെ നോക്കിയും ഇതേ പദപ്രയോഗം നടത്തരുത്. അത് യോജിക്കുന്ന സ്ത്രീക്കാണെങ്കിലും ചരിത്രപരമായി ഇന്നെല്ലാ സ്ത്രീകളും അങ്ങനെ കോറയോ പോലല്ല. വിവരക്കേട് പറയുന്നവരുണ്ട്, ശുദ്ധ അസംബന്ധം പറയുന്നവരുണ്ട്, സാഹിത്യ ഭാഷ അറിയാത്തവരുണ്ട്, സംസ്കാരം ഇല്ലാത്തവരുണ്ട്. അവരെ നിങ്ങൾ വേണേൽ വിളിച്ചോ, ഒരു കോറയാന്ന് വിളിച്ചോ, എനിക്ക് ഒരു ഇല്ല. പക്ഷേ ഭാഷാപരമായി അത് മുൻപ് സംഭവിച്ചാണ്. അത് അങ്ങനെ കേരളത്തിലെ ചരിത്രത്തിലെ കാണാപ്പുറങ്ങളുടെ ഒന്നാമത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തുടർന്ന് മറ്റേ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി.